ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. ഞാനും കുഞ്ചും കൂടെ റേഷൻ കടയിൽ പോവാട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വേഗം സാധനവും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വണ്ടിയിൽ എല്ലാം എടുത്ത് വെച്ച് വേഗം തന്നെ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് അരി ഞാൻ ഉള്ളിലേക്ക് എടുക്കാൻ നോക്കുമ്പോൾ എന്നെ ഐറ ഹെൽപ്പ് ചെയ്യുക കേട്ടോ. എല്ലാ സാധനവും എടുക്കാൻ എന്നോട് കൂടുതലുണ്ട്. വീട്ടിനകത്ത് കൊണ്ടുവച്ചപ്പോൾ അവൾക്ക് ഉടനെ സ്ലാബിൻ്റെ പുറത്ത് കയറണം. അരിവാരി കളിക്കാനാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അവിടെ നിന്ന് പാത്രമെല്ലാം എടുത്ത് ഒതുക്കി വെച്ചതിന് ശേഷം അവളെ മേലെ കയറ്റി ഇരുത്തി കേട്ടോ. ഇരുത്തിയപ്പോൾ അരിയെല്ലാം ആള് വാരി കളിക്കുവാണ്. നമുക്കിവിടെ പച്ചരിയും മട്ടരിയുമാണ് കിട്ടാറ്. ഇത് പച്ചരി ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ്, ഇഡ്ഡലി, ദോശയെല്ലാം ആക്കാൻ എടുക്കും. പിന്നെ മട്ടരി ഇത് ചോറ് വെക്കാനോ ഉപയോഗിക്കാം കേട്ടോ. അത് കഴിഞ്ഞൊരു വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയോട് കുറേ നേരം സംസാരിച്ചിരുന്നു. പാട്ട് കേൾക്കുമ്പോൾ ഐറ ഭയങ്കര ഡാൻസാണ്. ആൾക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ വീടെല്ലാം വൈകുന്നേരം ആയല്ലോ, വീടെല്ലാം അടിച്ചു വാരാനുണ്ടായിരുന്നു. അകത്ത് പൊടിയും പേപ്പറെല്ലാം പിച്ചിയിട്ടിട്ട് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുള്ള് അടിച്ചു വാരി വൃത്തിയാക്കി. ഞാൻ ഓരോ ജോലി ചെയ്യുമ്പോഴും ഐറ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കലാട്ടോ ആള്. ഇന്നലെ ബിരിയാണി റൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാക്കറ്റിൽ തന്നെ വെച്ചിരുന്നപ്പോൾ അതിൽ ഉറുമ്പ് കയറിപ്പോയി. അങ്ങനെ പ്ലേറ്റിൽ നിവർത്തി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ഉറുമ്പെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ബോട്ടിലെല്ലാം എടുത്തു വെച്ച് നീറ്റാക്കി തിരിച്ചെടുത്ത് വെച്ചു. പിന്നെ ഡ്രസ്സ് കുറേ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. നമുക്കിവിടെ വാഷിംഗ് മെഷീനൊന്നും ഇല്ല. കല്ലിൽ തന്നെയാണ് എല്ലാം അലക്കല് കേട്ടോ. ഇത് സർഫിൽ കുറേ നേരം മുക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കല്ലിൽ തന്നെ അലക്കാറ്. അലക്കാൻ വന്നപ്പോഴും എൻ്റെ കൂടെ ഐറ ഉണ്ടായിരുന്നു. അവള് വെള്ളം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സെല്ലാം അലക്കാൻ വന്നു കഴിഞ്ഞാൽ അലക്കി തീരുന്നവരെ ആള് വെള്ളത്തിൽ കളിയായിരിക്കും. പിന്നെ കുളിയും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കയറാറ്. അങ്ങനെ ഞാൻ ഓരോരോ ഡ്രസ്സെല്ലാം അലക്കി എല്ലാം എടുത്ത് അതെല്ലാം വാഷ് ചെയ്ത് തിരിച്ചെല്ലാം വിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറി. കിച്ചണിൽ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ബോട്ടിലിൽ. കുറച്ചായി, നല്ല വേരെല്ലാം ഇപ്പം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായി അതിൻ്റെ വെള്ളം മാറ്റിയിട്ട്. അതിന് ഞാൻ ബോട്ടിൽ വെള്ളമെല്ലാം മാറ്റി കൊടുത്ത് അതിൻ്റെ മോശമായ ഇലയും കുറച്ച് ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒഴിവാക്കിയിട്ട് നന്നായിട്ട് എല്ലാം തിരിച്ചെടുത്ത് വെച്ചു കേട്ടോ. വൈകുന്നേരം മുറ്റം അടിച്ചതിന് ശേഷം ചപ്പൊന്നും കത്തിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ ഞാൻ വീട്ടിനകത്തുള്ള വേസ്റ്റും കത്തിക്കാനുള്ളതെല്ലാം എടുത്ത് പുറത്തിറങ്ങി. അപ്പോഴത്തേക്കും സമയം ഒരു 7-7:30 ആയിട്ടുണ്ട് കേട്ടോ. പുറത്തെല്ലാം നല്ലോണം ഇരുട്ടെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. തീപ്പെട്ടി ഞാൻ കുറേ ഉരച്ച് നോക്കി, എന്നിട്ടൊന്നും കത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ഉരച്ച് പേപ്പറെല്ലാം കത്തിച്ച് അങ്ങനെ കൂട്ടി വെച്ചിരുന്ന ചപ്പെല്ലാം കത്തിക്കാൻ വേണ്ടി വന്നു. ഐറ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പുറകിൽ മാവുള്ളത് കൊണ്ട് പെട്ടെന്ന് ചപ്പ് കൊണ്ട് നിറയും. അങ്ങനെ അതെല്ലാം കത്തിച്ച് വൈകുന്നേരം കത്തിച്ചതുകൊണ്ട് കൊതുകിൻ്റെ ശല്യം എല്ലാം കുറേ പോയി കിട്ടി. ആദ്യം ഇലയെല്ലാം കത്താൻ നല്ല പാടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിരന്ന് കിടന്നിരുന്നതെല്ലാം കുറേ ഒതുക്കിയെല്ലാം വെച്ചു കൊടുത്തു. ആദ്യം കുറേ പുകയെല്ലാം വന്നു. പിന്നെ വേഗം കത്തിപ്പിടിച്ചു കേട്ടോ. പുറത്ത് നല്ല കാറ്റും ഉണ്ടായിരുന്നേ. കാറ്റത്ത് എല്ലായിടും പുകയെല്ലാം ആയിപ്പോയി. ആദ്യം എല്ലായിടത്തും നല്ലോണം പുകയായിരുന്നു കേട്ടോ. പിന്നെ കാറ്റെല്ലാം കുറച്ച് ഒതുങ്ങിയതിന് ശേഷം എല്ലാം നല്ല വേഗം ആളി കത്താൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ ചപ്പെല്ലാം ഒതുക്കിയിട്ട് എല്ലാം ഒഴിവാക്കി. അങ്ങനെ പുറത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ കയറി കേട്ടോ. ഇനി ഞാൻ കുളിക്കാൻ പോവാണേ. അങ്ങനെ തലയിൽ എണ്ണയെല്ലാം തേക്കും കേട്ടോ. എല്ലാ ദിവസമൊന്നും ഞാൻ അങ്ങനെ തലയിൽ എണ്ണയൊന്നും തേക്കാറില്ല. ഇടയ്ക്ക് 2-3 ദിവസം കൂടുമ്പോഴോ ആഴ്ചയിലൊരിക്കലൊക്കെയാണ് എണ്ണയൊക്കെ തലയിൽ തേക്കാറ്. തലയിൽ നല്ലോണം എണ്ണ യൂസ് ചെയ്യുന്ന ദിവസം ഷാമ്പു ചെയ്യാറുണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സമയം 8:30 ആയി കേട്ടോ. അപ്പോഴത്തേക്കും കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ട പൊരിക്കാമെന്ന് കരുതി. കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടാ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നത്. കുരുമുളക് അല്ലെങ്കിൽ യൂസ് ചെയ്യാറ് കേട്ടോ. കുരുമുളക് കഴിഞ്ഞതുകൊണ്ടാണ് മുളക് പൊടി ഇട്ടത്. കുഞ്ഞിന് മുട്ട ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ആള് വെള്ള മാത്രമേ കഴിക്കത്തുള്ളൂ, മഞ്ഞ കഴിക്കത്തില്ല. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ മുട്ട പൊരിച്ചും കൊടുക്കും. പിന്നെ മുട്ട കാണുമ്പോൾ പിള്ളേര് വേഗം ചോറെല്ലാം കഴിക്കുമല്ലോ. അതുകൊണ്ടുള്ള പരിപാടിയാണ് ഈ മുട്ട പൊരിക്കൽ.
അങ്ങനെ മുട്ട പൊരിച്ച് കഴിഞ്ഞ് ഞാനും കുഞ്ചും കൂടെ ചോറ് കഴിക്കുവാണേ. കുഞ്ചുവിനും കൊടുക്കുന്നുണ്ട്, ഞാനും കഴിക്കുന്നുണ്ട്. കുഞ്ചു ഇടയ്ക്ക് ഓരോന്നൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കറിയൊന്നും ആവുന്ന ചോറ് കഴിക്കുന്ന ആൾക്ക് ഇഷ്ടമല്ല, വെറും ചോറ് കഴിക്കുക. കറി സെപ്പറേറ്റ് എന്തേലും എടുത്ത് കഴിക്കലാണ് ചെയ്യാറ്. കുഞ്ചു അധികം ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് അവള് തന്നെ പോയി ഫ്രിഡ്ജിൽ നിന്ന് ഒരു മാങ്ങ എടുത്തിട്ട് വന്നു അരിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഞാൻ കഴുകി നന്നായിട്ട് മുറിച്ച് കഷ്ണാക്കിയിട്ട് പാത്രത്തിലാക്കി അവൾക്ക് കൊടുത്തു കേട്ടോ. ആൾക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണേ. അത് ആള് കൊണ്ടുപോയി വെച്ച് പെട്ടെന്ന് കഴിച്ച് തീർത്തിട്ട് വന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത് പാത്രം കഴുകലാണ് കേട്ടോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അത് വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം സിങ്കിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോന്നോരോന്നായിട്ടെല്ലാം വാഷ് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഐറ എനിക്ക് മാങ്ങ കഴിച്ചിട്ട് പ്ലേറ്റ് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് സംസാരിക്കും കേട്ടോ. അതിനിടയ്ക്ക് ഇഷ്ടമായോ, നല്ല ടേസ്റ്റ് ഉണ്ടോ, അങ്ങനെയെല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നേ. പാത്രം കഴുകുന്ന സിങ്കിൻ്റെ തൊട്ടു മേലെയാണ് കേട്ടോ സ്റ്റാൻഡ് വെച്ചേക്കുന്നത്. അപ്പം കഴുകുന്ന ചെറിയ പാത്രങ്ങളും പ്ലേറ്റ്, സ്പൂണ്, ഗ്ലാസ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അവിടെ തന്നെയാണ് വെക്കാറ് കേട്ടോ. വലിയ പാത്രങ്ങൾ മാത്രമാണ് മാറ്റി വെക്കാറുള്ളത്. പാത്രം എല്ലാം കഴുകി കഴിഞ്ഞാലുള്ള അടുത്ത മെയിനായിട്ടുള്ള ഒരു ജോലിയാണ് കേട്ടോ സിങ്ക് കഴുകല്. എനിക്കത് ചെയ്തില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരത്തില്ല. അതുകൊണ്ട് രാവിലെ എനിക്ക് എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കണം കിച്ചണും സിങ്കും എല്ലാം. അതുകൊണ്ട് എത്ര രാത്രിയായാലും പാത്രം എല്ലാം കഴുകി കഴിഞ്ഞ് സിങ്കെല്ലാം നല്ല സോപ്പിട്ട് വാഷ് ചെയ്തതിന് ശേഷമേ പോകാറുള്ളൂ കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് കുക്കറും അങ്ങനത്തെ വലിയ പാത്രങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ കമഴ്ത്തി വെക്കാറാണ് കേട്ടോ. അതാകുമ്പോൾ അതിൽ വെള്ളമെല്ലാം പോയി രാവിലെ ആകുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്നുണ്ടാവേ. അത് കഴിഞ്ഞിട്ട് സ്ലാബും എല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ വരെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.